നമസ്കാരം. ചാണകത്തിൽ ചവിട്ടിയിട്ട് കാലല്ല മേല് മൊത്തം നിറയെ സന്ദീപിനെ കുളിപ്പിച്ചെടുത്ത് തങ്ങളുടെ തട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തിയ കോൺഗ്രസിന് ഇപ്പോൾ ചാണകം ചുമന്നവനും ചാണകം ചാരിയവനും നാറിയമട്ടാണ്. നേരത്തെ കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ പോലും അധിക്ഷേപിച്ച് സംസാരിച്ച സന്ദീപിന് രാഷ്ട്രീയത്തിൽ ഇതോടെ പുതിയ പേര് വീണു, ഓന്ത് സന്ദീപ്. ഇത്രയും കാലം ബി ജെ പി പിന്തുണച്ച ഓന്ത് സന്ദീപ് ചാനൽ ചർച്ചയിൽ പോയി എങ്ങനെ ബി ജെ പിയെ കുറ്റം പറയുമെന്നാണ് മലയാളികൾ കാണാൻ കാത്തിരിക്കുന്നത്. ഇന്നുവരെ എത്രയോ നേതാക്കൾ പാർട്ടി വിട്ട് മറുകണ്ഠം ചാടിയിരിക്കുന്നു. റിസോർട്ട് രാഷ്ട്രീയവും കുതിര കച്ചവടവുമൊക്കെ ജനങ്ങൾ നേരത്തെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു അത്ഭുതവുമില്ല. പക്ഷെ ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ ഇത്രയും മാരകമായ തിരിച്ചടി കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ എവിടെയും കാണാൻ കിട്ടിയില്ല. പണം കണ്ടാൽ മറുകണ്ഠം ചാടുമെന്ന് തോന്നുന്നവരെ അങ്ങനെ ചെയ്യിക്കുക എന്നതിനപ്പുറം കോൺഗ്രസിനും ബി ജെ പിക്കും മറ്റ് രാഷ്ട്രീയ അജണ്ടകളില്ല. രാഷ്ട്രീയത്തിലെ അധികാരന്മാരുടെ അല്ല, സാധാരണക്കാരുടെ രാഷ്ട്രീയ മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രയോ പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും തൊഴുത്തിൽ കുത്തും തോൽപാവക്കുത്തും കണ്ട് ഇടതുപക്ഷത്തിന്റെ ഒപ്പം ചേർന്നിരിക്കുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പോലും ഇടതുചേരിയിലേക്ക് എത്രയോ കോൺഗ്രസുകാരായ ആൾക്കാർ വന്നെത്തി. ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും അറിയുന്ന ജനമനസ്സുകളുടെ മാറ്റത്തിന്റെ അടയാളമാണിതെല്ലാം. രാഷ്ട്രീയത്തിലെ ചേരിമാറ്റമല്ല ഇവിടെ പ്രധാനം. തങ്ങൾ വിശ്വസിച്ചിരുന്ന പാർട്ടിയെ അത്യന്തം രൂക്ഷമായി തള്ളിപ്പറഞ്ഞിട്ട് കസേരയ്ക്ക് വേണ്ടി മാത്രം മറ്റേ പാർട്ടി കൊള്ളാമെന്ന് പറയുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കുതന്ത്രം. നീലപ്പെട്ടി വിവാദത്തിൽ പെട്ടിരിക്കുമ്പോൾ അത്രത്തോളം ചർച്ചയായേക്കാവുന്ന മറ്റെന്തെങ്കിലും കൊണ്ടുവന്നാലേ ഈ പെട്ടി വിവാദം മാറ്റിവെക്കാനാകുകയുള്ളൂ. അതിനകത്ത് തുള്ളിയ ബി ജെ പിയുടെ ചെസ് ബോർഡിലെ കുതിര ചതിയൻ ചന്തുവിനെ പാർട്ടി നീക്കിയിട്ട് കൊടുത്തു. 10 വള്ളു പറഞ്ഞിട്ടാണേലും നിങ്ങളുടെയും ഞങ്ങളുടെയും മാനം അവൻ കാത്തോളുമെന്ന് ബി ജെ പി കോൺഗ്രസിന് വാക്കും കൊടുത്തു. അതോടുകൂടി കോൺഗ്രസും ഫ്ലാറ്റ്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുത്തിരുന്ന കോൺഗ്രസിന്റെ ഒരു കൂട്ടം അതും കൂടി ആയപ്പോൾ സി പി എമ്മിന്റെ കുടക്കീഴിലേക്ക് അഭയം തേടിയെത്തി. എന്തിന്? ഇനി ബി ജെ പിയെയും കോൺഗ്രസിനെയും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ചെയ്താലും ബി ജെ പിക്ക് ചെയ്താലും സ്ഥാനാർത്ഥി ആരാണ് പണമിറക്കുന്നത് അവരുടെ കൂടെ പോകുമെന്ന് ഇനി കേരളത്തിനറിയാം. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെ കേരളം ചേർത്തു പിടിക്കുന്നത്. മറ്റിടങ്ങളിലില്ലല്ലോ. അതാണ് മലയാളികൾ പൊളിയാണെന്ന് പറയാൻ കാരണവും.